ശ്രീനി ഇളയൂർ എഴുതിയ മിസ്റ്റി എന്ന പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പുസ്തകത്തിൻ്റെ 2ാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. DC ബുക്സിൻ്റെ തന്നെ ഇംപ്രിൻ്റ് ആയിട്ടുള്ള സെഡോറ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് മിസ്റ്റി. സെഡോറ നോവൽ മത്സരം 2025 3ാം സ്ഥാനം നേടിയ പുസ്തകം കൂടിയാണ് മിസ്റ്റി. ശ്രീനി ഇളയൂരിൻ്റെ തന്നെ പുസ്തകങ്ങളായ അനുഗാമി, പകച്ചുരുൾ, മെമ്മറി ഫയൽസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പുസ്തകമായ മിസ്റ്റിയിലേക്ക് വരാം. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ് കേട്ടോ പുസ്തകം. നമ്മുടെ ഈ വയനാടിൻ്റെയും കാടിൻ്റെയൊക്കെ ഗ്രാമഭംഗിയും മഞ്ഞിൻ്റെ തണുപ്പും ആദിവാസി കോളനികളുടെ ഭംഗിയൊക്കെ പറയുന്ന നല്ലൊരു പുസ്തകം. അതിനോടൊപ്പം തന്നെ ആ പ്രകൃതി ഭംഗിയും കോളനി ഭംഗിയൊക്കെ പ്രതികാരത്തിൻ്റെയും കെട്ടുകഥകളുടെയൊക്കെ ലോകമായിട്ട് മാറുകയാണ് ഈ പുസ്തകത്തിൽ. മോഹനചന്ദ്രൻ്റെ ഡയറി വായിക്കുമ്പോൾ ഇപ്പോൾ കൊലപാതകയെ പിടികിട്ടുന്നൊക്കെ തോന്നും, പക്ഷേ പ്രതീക്ഷകളൊക്കെ ബാക്കിയാക്കിയിട്ട് അവിടെ നിന്ന് വീണ്ടും കഥ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇതൊരു പ്രതികാരത്തിൻ്റെ കഥയാണ്. ആദിവാസികൾ അനുഭവിക്കുന്ന, ചിലപ്പോൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അവരുടെ നേതാവിൻ്റെ കഥ കൂടിയാണ് കേട്ടോ ഈ പുസ്തകം. ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്തവർക്കും കുറ്റം ചെയ്തവർക്കുള്ള ഒരു പാഠമാണ് ഈ പുസ്തകം. കാരണം തെറ്റ് ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു പുനർജന്മം, തെറ്റ് ചെയ്തവർക്കെതിരെയുള്ള ഒരു പുനർജന്മം അതുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ ഈ പുസ്തകം. വർഷങ്ങൾക്ക് ശേഷമായാലും സത്യം മറ നീക്കി പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷ. ചിലപ്പോൾ ആ പുനർജന്മത്തിൽ ഒരു പ്രായശ്ചിത്തവും കൂടി ഒളിച്ചിരിക്കുന്നുണ്ടാവാം. വയനാടിൻ്റെ ഭംഗിയും കാഴ്ചകളും മഞ്ഞും കുറേയധികം മിസ്റ്ററിയും മിത്തും പ്രതികാരവും ട്വിസ്റ്റുകളും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മിസ്റ്റി. ക്രൈം, ത്രില്ലർ, മിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും ബോറടിക്കാതെ നല്ല ഇൻട്രസ്റ്റോടു കൂടി വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ് ശ്രീനി ഇളയൂർ എഴുതിയ മിസ്റ്റി. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ.